പശ്ചിമേഷ്യയിൽ ആശങ്ക വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലും ഹിസ്ബുള്ളയും. സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരവെ ഇസ്രായേൽ രാജ്യത്ത് 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഞായറാഴ്ച രാവിലെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ന് പുലർച്ചെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ തീവ്രമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ ഹിസ്ബുള്ളക്കെതിരായി നടത്തിയ ആക്രമണമാണ് ഇതെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിച്ചത്. അതേസമയം തന്നെ തങ്ങൾ ഇസ്രായേലിനെതിരെ കടുത്ത ഡ്രോൺ റോക്കറ്റ് ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതായും ഹിസ്ബുള്ള സൂചന നൽകിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഈ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഇസ്രായേലിലെ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. 30 പേരിൽ കൂടുതൽ ഒത്തുചേരുക കുറയ്ക്കുക എന്നും പ്രസക്തമായേക്കാവുന്ന സൈറ്റുകൾ അടയ്ക്കാനുമാണ് നിർദ്ദേശം. ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിനെതിരെ വ്യോമാക്രമണത്തിന് തുടക്കമിട്ടതായി ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു. നിരവധി ഡ്രോണുകളും 320ലധികം കത്യുഷ റോക്കറ്റുകളും ഉപയോഗിച്ച് തങ്ങൾ ആക്രമണം നടത്തുമെന്നും കഴിഞ്ഞ മാസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ കമാൻഡറായ ഫൗദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയാണ് ഇതെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പിന്നാലെ 320ലധികം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ച് 11 ഇസ്രായേലി സൈനിക സൈറ്റുകൾ വിജയകരമായി ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള അറിയിച്ചു. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതായും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു. വ്യോമസേന 40 ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെന്നും വടക്കൻ ഇസ്രായേലിലേക്ക് 150 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു എന്നും ഇസ്രായേൽ വാർത്താ ഏജൻസി പുറത്തുവിട്ടു. കൂടുതലായി ഇസ്രായേലിന്റെ തെക്ക് നഗരങ്ങൾക്കെതിരെ ഹിസ്ബുള്ള തങ്ങളുടെ ദീർഘദൂര മിസൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്ത് 48 മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.